അടുത്തൊരു പ്രോബ്ലം നോക്കൂ. ഇൻ എ ജി പി ദി സം ഓഫ് 3 consecutive terms is 39/10 and their product is 1. Then find the numbers. എന്തായിരുന്നു ജോമെട്രി പ്രൊഫഷനിലെ 3 കോൺസിക്യൂട്ടീവ് ടേംസിൻ്റെ സമ്മ് തന്നിട്ട് 39/10 പ്രോഡക്റ്റും തന്നിട്ട് 1. സമ്മും പ്രോഡക്റ്റും തന്നിട്ട് പിന്നെ ആ നമ്പേഴ്സ് കണ്ടുപിടിക്കാനാണ്, ടേംസ് കണ്ടുപിടിക്കാൻ. അങ്ങനെ വരുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യുക? അപ്പോൾ നമ്മൾ മിഡിൽ ടേമിനെ എ ആയിട്ട് എടുക്കാം. മിഡിൽ ടേം എ ആയിട്ട് എടുക്കുന്നു. എന്നിട്ട് ആ ടേംസ്, ആ നമ്പേഴ്സ് അല്ലെങ്കിൽ നമ്പേഴ്സ് ടേംസ് മിഡിൽ ടേം എ ആണെങ്കിൽ തൊട്ട് മുന്നുള്ള ടേം എന്തായിരിക്കും വരിക? A/6 അല്ലേ? A/6നെ 6 കൊണ്ട് ആറിനാണ് കോമൺ റേഷ്യോ. A/6നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ കിട്ടി. പിന്നെ തൊട്ടടുത്ത ടേം എന്താ വരിക? A/6. ഇങ്ങനെ എടുക്കണേ. ഫസ്റ്റ് ടേം എ ആയിട്ട് എടുക്കരുത്, മിഡിൽ ടേം എ അല്ലെങ്കിൽ എക്സ്. എ എന്ന് ഒരു നൊട്ടേഷൻ കൊടുത്തതേ ഉള്ളൂ. ഇനി എക്സ് ആണെങ്കിൽ x/6 x/6 അങ്ങനെ എടുക്കുക. അങ്ങനെ എടുത്താലും മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പം പ്രോഡക്റ്റ് 1 ആണല്ലോ, മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഈ 6 ക്യാൻസൽ ചെയ്ത് പോയിട്ട് ഒരു സിംഗിൾ വേരിയബിളിലേക്ക് വരും, ഒറ്റ വേരിയബിളായി മാറും. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യാൻ എളുപ്പമുണ്ട്. ഇനി തന്നിട്ടുള്ളത് നോക്കൂ, സം 39/10 ആണ്. ലെറ്റ് ദ നമ്പേഴ്സ് ബി കേട്ടോ, ലെറ്റ് ദ ടേംസ്. പിന്നെ A/6 A/6 then sum is equal to 39/10, that is A/6 plus A plus A into R is equal to 39/10 അല്ലേ? ഇങ്ങനെ ഇക്വേഷൻ കിട്ടും. 39/10 ഇക്വേഷൻ നമ്പർ 1 ശരിയാണല്ലോ. സമ്മ്. പിന്നെ ഇവിടെ പ്രോഡക്റ്റ് 1 ആണ്. പ്രോഡക്റ്റ് എന്ന് പറയുമ്പം A/6 ഇൻറ്റു A ഇൻറ്റു AR ഈസ് ഈക്വൽ ടു 1. ഓക്കെ, ഇത് ഇക്വേഷൻ നമ്പർ 2 കിട്ടും. ഈ സെക്കൻഡ് ഇക്വേഷനിൽ നമുക്ക് നേരത്തെ പറഞ്ഞില്ലേ, 6 ക്യാൻസൽ ചെയ്തു. അപ്പം പിന്നെ A ഇൻറ്റു A ക്യൂബ് ഈസ് ഈക്വൽ ടു 1. A ക്യൂബ് 1 ആണെങ്കിൽ A എത്ര വരിക? ക്യൂബ് റൂട്ട് ഓഫ് 1. 1ൻ്റെ ക്യൂബ് റൂട്ട് 1 തന്നെ കിട്ടും. സോ ഫ്രം 2 സെക്കൻഡ് ഇക്വേഷനിൽ A ക്യൂബ് ഈസ് ഈക്വൽ ടു 1 ഓർ A ഈസ് ഈക്വൽ ടു 1 കിട്ടി. എയുടെ വില കിട്ടിയില്ല. അങ്ങനെ ഒരു വേരിയബിളിൻ്റെ വില പെട്ടെന്ന് കിട്ടി. എയുടെ വില കിട്ടി. ആ എയുടെ വില നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പുട്ട് ഇൻ 1. ഈ എയുടെ വില നമ്മൾ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എന്താ കിട്ടുക? 1/R പ്ലസ് 1 പ്ലസ് 1 ഇൻറ്റു R ഈസ് ഈക്വൽ ടു 39/10. എല്ലായ്പ്പോഴും ഇക്വേഷൻസ് സോൾവ് ചെയ്യുമ്പം, രണ്ട് സൈമൾട്ടേനിയസ് ഇക്വേഷൻസ് സോൾവ് ചെയ്യുമ്പം അതിനെ സിംഗിൾ വേരിയബിളിലേക്ക് കൊണ്ടുവരാം. ഒരു വേരിയബിൾ നമ്മൾ എലിമിനേറ്റ് ചെയ്യുക കേട്ടോ. ഇവിടെ ഇപ്പോൾ നോക്കൂ, എയുടെ വില ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഒരു വേരിയബിളായി മാറി, R മാത്രമായി മാറി. ഇനി നമുക്ക് ഇത് സോൾവ് ചെയ്യാൻ എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി? R കൊണ്ട് കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് വിചാരിച്ചോളൂ. ഞാൻ R കൊണ്ട് മൾട്ടിപ്ലൈ, അല്ലെങ്കിൽ 10 R കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഡിനോമിനേറ്റർ കംപ്ലീറ്റ് ഒഴിവാക്കണം. നമുക്ക് രണ്ട് ഭാഗത്തുള്ള ഡിനോമിനേറ്റർ ഒഴിവാക്കണം. ഇവിടെ ഡിനോമിനേറ്റർ 6 ഉണ്ട്, ഇവിടെ 10 ഉണ്ട്. അപ്പോൾ 10 R കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൾട്ടിപ്ലൈയിങ് ബൈ 10R കേട്ടോ. മൾട്ടിപ്ലൈയിങ് ബൈ 10R. 10R കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇവിടെ 3 ടേം ഉണ്ട്. 3 ടേമിന് 10R കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഈച്ച് ടേം ഈസ് മൾട്ടിപ്ലൈഡ് ബൈ 10 ഇൻറ്റു R. ഈ ടേമും റൈറ്റ് സൈഡിലുള്ള ടേമിനെയും 10R കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അവിടെ 10R കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? 6 ക്യാൻസൽ ചെയ്ത് പോയി അല്ലേ? 10 മാത്രം വരും. 10R കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 10 പ്ലസ് 1ന് 10R കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10R, 6ന് 10R കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 10R². ശരിയല്ലേ? ഓരോ ടേമിന് 10R കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 10 ഇൻറ്റു R ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ 6ഉം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് 6ഉം ക്യാൻസൽ ചെയ്ത് പോയിട്ട് 10 മാത്രമായിട്ട് വരും. 1ന് 10R കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 10R, 6ന് 10R കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 10R² ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ പോലെ 10R കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 10ഉം 10ഉം ക്യാൻസൽ ചെയ്ത് പോയിട്ട് 39R വരും അല്ലേ? 39R. ഞാൻ 39R കൊണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുക. എന്നിട്ട് ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആവും. ആറിലൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അപ്പോൾ എന്ത് വരും നോക്ക്, ഇവിടെ 10R² ഉണ്ട്, അത് ആദ്യം ഞാൻ എഴുതാം. പിന്നെ ഇവിടെ 10R ഉണ്ട്, 10R മൈനസ് 39R അല്ലേ? അടുത്ത സ്റ്റെപ്പിൽ 10R മൈനസ് 39R. പിന്നെ ഇവിടെ 10 ഉണ്ട്, ഈക്വൽ ടു 0. ഓക്കെ, ദാറ്റ് ഈസ് 10R². പിന്നെ മൈനസ് 29R അല്ലേ? പ്ലസ് 10 ഈസ് ഈക്വൽ ടു 0. ഇനി ആറിൻ്റെ വില കണ്ടുപിടിക്കാൻ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. നമ്മൾ ഫോർമുല അല്ലേ, -b + or മൈനസ് റൂട്ട് ഓഫ് b² മൈനസ് 4ac/2 എന്നുള്ള ഫോർമുല ഉപയോഗിച്ച് ചെയ്യാം. അല്ലെങ്കിൽ ഇത് ഫാക്ടറൈസ് ചെയ്താൽ മതി. ഫാക്ടറൈസ് ചെയ്യാം. എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം നോക്കൂ. എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം? ഇതിനെ 2 ഫാക്ടറാക്കി മാറ്റാം. 2 ഫാക്ടറിനെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഇങ്ങനെ കിട്ടണം. അപ്പോൾ 5R നോക്കൂ, 5R മൈനസ് 2 നോക്കിക്കോളെ, 2R
മൈനസ് 5 ഇങ്ങനെ എടുത്താൽ ശരിയാവുമോ നോക്കാം നമുക്ക്. 5r ഇൻറ്റു 2r 10r². ശരിയല്ല, ചെക്ക് ചെയ്ത് നോക്കണം ശരിയാണോ എന്ന്. 5r 2r കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10r² ആണ്. പിന്നെ 5r ഇൻറ്റു -5 -25r -25r പിന്നെ ഇവിടെ -2 ഇൻറ്റു 2r -4r. അപ്പോൾ -25r -4r കൂടെ ആഡ് ചെയ്യുമ്പോൾ -29r. കറക്റ്റ്, ശരിയാണ്. പിന്നെ -2 ഇൻറ്റു -5 +10 ആണ്. ശരിയാണ്, കണ്ടോ. അപ്പോൾ ഇത് നമുക്ക് രണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 10ഉം കിട്ടണം, ആഡ് ചെയ്താൽ നമുക്ക് 29ഉം കിട്ടണം, -29ഉം കിട്ടണം. പിന്നെ ഇവിടെ r² കോഎഫിഷ്യൻ്റ് 1 അല്ല 10 ആണ്. അപ്പോൾ ഞാൻ ആദ്യം 10r വെച്ച് നോക്കിയപ്പോൾ ശരിയായില്ല. പിന്നെ 5r ഇവിടെ 2r കൊടുത്തു. എന്നിട്ട് ഇതിങ്ങോട്ട് തിരിച്ചെഴുതി. ഇവിടെ -2 ഇവിടെ -5. കാരണം രണ്ടും ഇവിടെ പ്ലസ് ആണല്ലോ, പ്രോഡക്റ്റ് പ്ലസ് ആയതുകൊണ്ട് ഇവിടെ രണ്ടും മൈനസ് ആയിരിക്കും. ഈക്വൽ ടു 0 ആണ്. ഇപ്പോൾ നമുക്ക് ഓരോ ഫാക്ടറും 0 ഇൻഡിക്കേറ്റ് ചെയ്യാം. ഓരോ ഫാക്ടറും 0 ഇൻഡിക്കേറ്റ് ചെയ്യുമ്പോൾ 5r -2 ഈക്വൽ ടു 0 ഓർ എന്ത് വരും 2r -5 ഈക്വൽ ടു 0 കേട്ടോ. രണ്ടും 0 ഇൻഡിക്കേറ്റ് ചെയ്യും. ഓരോന്നും 0 ഇൻഡിക്കേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ r വില എത്ര കിട്ടും? r = 2/5 കിട്ടും അല്ലേ. -2 അങ്ങോട്ട് പോയി 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2/5 ഇവിടെ r = എന്ത് വരും? 5/2 വരും ഉണ്ടോ. അപ്പോൾ ഇവിടെ കോമൺ റേഷ്യോ 2 വാല്യൂ കിട്ടി, 2/5 5/2. അതിൽ ഏതെങ്കിലും ഒരു വാല്യൂ കൊടുത്തിട്ട് എയുടെ വില നേരത്തെ കിട്ടിയാണ്, എയുടെ വില 1 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടേംസ് കണ്ടുപിടിക്കാം നമുക്ക്. ടേംസ് എങ്ങനെയാണ് എടുത്തത്? a/r a/ar അല്ലേ. എയുടെ വില 1ഉം ആറിൻ്റെ വില 2/5 കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ ഇവിടെ കൊടുത്തു നോക്കുക. therefore the numbers are നമുക്ക് a/r 1/2/5 1/2/5 പിന്നെ a1 a ഇൻറ്റു r 1 ഇൻറ്റു 2/5 കേട്ടോ. അറ്റ് എ ടൈം ഒരു വാല്യൂ കൊടുക്കാൻ പാടുള്ളൂ. അപ്പം 1 ഇൻറ്റു 2/5 2/5. അപ്പം 1/2/5 പറഞ്ഞാൽ എന്താ? 5/2 കിട്ടും. സോ 5/2 1 2/5 അങ്ങനെ കിട്ടും. 5/2 1 2/5. ഇനി 5/2 കൊടുത്താലും ഇത് തന്നെയാണ് കിട്ടുക. ഈ ടേം 2/5 ആവും. അപ്പോൾ ഇതേ നമ്പേഴ്സ് തന്നെ വരും കേട്ടോ. സെയിം നമ്പേഴ്സ് തന്നെ വരും. 2/5 1 5/2 അങ്ങനെ കിട്ടും. സോ ദ നമ്പേഴ്സ് GPയിലെ ജോമെട്രിക് പ്രോഗ്രഷൻ നമ്പേഴ്സ് 5/2 1 2/5. ക്ലിയർ? അടുത്ത ഒരു സെറ്റ് ക്വസ്റ്റ്യൻസ് നോക്കൂ. ഫസ്റ്റ് 3 ടേംസ് ഓഫ് എ സീക്വൻസ് ആർ 1/3 1/2 3/4. എന്നിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദ സീക്വൻസ് ഐഡൻറ്റിഫൈ. ഏത് തരം സീക്വൻസ് ആണിത്? അരിത്മെറ്റിക് സീക്വൻസ് ആണോ അല്ലെങ്കിൽ ജോമെട്രിക് സീക്വൻസ് ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ 6th ടേം. ആ സീക്വൻസിൻ്റെ 6th ടേം കണ്ടുപിടിക്കാൻ കേട്ടോ. അരിത്മെറ്റിക് സീക്വൻസ് ആണെങ്കിൽ അതിൻ്റെ 6th ടേം, ജോമെട്രിക് സീക്വൻസ് ആണെങ്കിൽ അതിൻ്റെ 6th ടേം ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ സബ് ക്വസ്റ്റ്യൻ നോക്കുക. സബ് ക്വസ്റ്റ്യൻ തൊട്ട് മുകളിലത്തെ ക്വസ്റ്റ്യൻ്റെ ബാക്കിയാണ് വരുന്നത്. അപ്പോൾ ഫൈൻഡ് ദ 6th ടേം ഓഫ് ദ ഗിവൺ സീക്വൻസ്. പിന്നെ തേർഡ് ക്വസ്റ്റ്യൻ വേറെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഫൈൻഡ് ദ സം ഓഫ് ദ മൾട്ടിപ്പിൾസ് ഓഫ് 7 ബിറ്റ്വീൻ 200 and 400. 200 ഉം 400 ഇടയിലുള്ള 7ൻ്റെ മൾട്ടിപ്പിൾസിൻ്റെ സമ്മ്. അത് നിങ്ങൾക്ക് 10th ചെയ്ത് പരിചയമുണ്ട്. അത് അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആണെന്ന് അറിയാം. ഫൈൻഡ് ദ സം ഓഫ് മൾട്ടിപ്പിൾസ് ഓഫ് 7 ബിറ്റ്വീൻ 200 and 400. ചിലപ്പോൾ മൾട്ടിപ്പിൾ എന്ന് പെട്ടെന്ന് കേൾക്കുമ്പോൾ ജോമെട്രിക് പ്രോഗ്രഷൻ ആണെന്ന് വിചാരിക്കും. അങ്ങനെയല്ല, 200 ഉം 400 ഇടയിലുള്ള 7ൻ്റെ മൾട്ടിപ്പിൾസ്. അപ്പോൾ അത് അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആയിട്ടാണ് വരിക. അരിത്മെറ്റിക് സീക്വൻസ് ആണ്. ഫസ്റ്റ് സീക്വൻസ് എന്തായിരിക്കും നോക്കൂ. 1/3 1/2 3/4. അതെന്ത് സീക്വൻസാണ്? അരിത്മെറ്റിക് സീക്വൻസ് ആണോ അല്ലെങ്കിൽ ജോമെട്രിക് സീക്വൻസ് ആണോ? അരിത്മെറ്റിക് സീക്വൻസ് ആണെങ്കിൽ ഇതിനോട് 1/3 കോൺസ്റ്റൻറ്റ് ആഡ് ചെയ്തിട്ടാണ് 1/2 കിട്ടേണ്ടത്. ഇത് 1/2 ആണ്. പിന്നെ അതേ കോൺസ്റ്റൻറ്റ് ആഡ് ചെയ്താൽ 3/4 കിട്ടണം. ജോമെട്രിക് സീക്വൻസ് ആണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് 1/3 കോമൺ റേഷ്യോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം നമുക്ക് 1/2 കിട്ടും. വീണ്ടും കോമൺ റേഷ്യോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 3/4 കിട്ടണം. അപ്പോൾ ഏതായിരിക്കും? അത് നോക്കിയാൽ തന്നെ നമുക്ക് ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ എളുപ്പം, ഫ്രാക്ഷൻസ് ആകുമ്പം മനസ്സിൽ ചെയ്ത് നോക്കാവുന്ന എളുപ്പമാണ്. ഇവിടെ 2 കിട്ടണമെങ്കിൽ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? ഈ 3 പോവും വേണം, ഡിനോമിനേറ്റർ 2 വരും വേണം. അപ്പോൾ 3/2 എടുത്താൽ പോരെ. 3/2 മനസ്സിൽ ചെയ്യാനുള്ളതൊക്കെ 3/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നോക്കൂ, 3 3 ക്യാൻസൽ ചെയ്യും, 2 ഡിനോമിനേറ്റർ വരും ചെയ്യും. ഇനി വീണ്ടും ഇതിനെ 3/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം 1/3നെ 3/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 1/2 കിട്ടും. വീണ്ടും ഈ 1/2നെ 3/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം നമുക്ക് 1 × 3 3. ഇവിടെ 2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 3/2 കൊണ്ടല്ലേ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 1/2 × 3/2. അപ്പോൾ 3/4 അല്ലേ വരിക? 3/4 ശരിയാണ്. അപ്പോൾ ഇവിടെ ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ അത് ഏത് തരം സീക്വൻസാണ്? ജോമെട്രിക് സീക്വൻസ് ആയിരിക്കില്ലേ, അരിത്മെറ്റിക് സീക്വൻസ് അല്ലല്ലോ. അപ്പോൾ ഇവിടെ ജോമെട്രിക് സീക്വൻസ് ആണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു കണ്ടോ. അപ്പോൾ എങ്ങനെ സീക്വൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞാൽ ജോമെട്രിക് സീക്വൻസ് ആണോ ആദ്യം നോക്കാൻ, ചെക്ക് ചെയ്യാൻ എളുപ്പമുണ്ട്. കാരണം നമുക്ക് ഫ്രാക്ഷൻസ് ഒക്കെ ആകുമ്പം ഇവിടെ 1/3 1/2 ആയി മാറുന്നു.
അപ്പം ഈ ഡിനോമിനേറ്റർ 2 ന്യൂമറേറ്ററിൽ 3 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 3/2 എടുക്കുക, ഈ 3 3 ക്യാൻസൽ ചെയ്ത് 1/2 കിട്ടും. അതേ 3/2 കൊണ്ട് വീണ്ടും ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി. കിട്ടുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക, അരിത്മെറ്റിക് സീക്വൻസ് ആണ് നോക്കുക. ഇവിടെ നിങ്ങോട്ട് മൈനസ് ചെയ്യുക. അരിത്മെറ്റിക് സീക്വൻസ് ആണ് നോക്കാൻ എന്ത് ചെയ്യണം, സെക്കൻഡ് ടേം ഫസ്റ്റ് ടേം മൈനസ് ചെയ്യുക. അപ്പോൾ കോമൺ ഡിഫറൻസ് കിട്ടും. അത് ഇതിനോട് ആഡ് ചെയ്യുമ്പം തേർഡ് ടേം കിട്ടുന്നുണ്ടോ നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇത് ജോമെട്രിക് സീക്വൻസ് ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എക്സാമിനൊക്കെ എഴുതുമ്പോൾ നമ്പറൊക്കെ കറക്റ്റ് ഇട്ടിട്ട് ആൻസർ കറക്റ്റ് എഴുതുന്നത് ഇസ് എ ജോമെട്രിക് സീക്വൻസ്, അല്ലെങ്കിൽ ഇസ് എ GP, ജോമെട്രിക് പ്രൊഗ്രഷൻ. അപ്പോൾ അതിൻ്റെ മാർക്ക് കിട്ടും. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് വരാം. അങ്ങനെയാണെങ്കിൽ ആ ജോമെട്രിക് സീക്വൻസിൻ്റെ സിക്സ്ത് ടേം കാണാനാണ് പറഞ്ഞത്. സിക്സ്ത് ടേം എന്ന് പറയുമ്പോൾ nth ടേം കാണാനുള്ള ഫോർമുലയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, അല്ലേ? nth ടേം TN അല്ലെങ്കിൽ AN എന്താ വരിക, ജോമെട്രിക് സീക്വൻസിൻ്റെ nth ടേം കാണാനുള്ള ഫോർമുല. അതാണ് ഫോർമുല ശരിക്കും തറവായിരിക്കണം. nth ടേം കാണാനുള്ള ഫോർമുല A × R⁻n−1, അല്ലേ? A × R⁻n−1. A എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, R എന്ന് പറഞ്ഞാൽ കോമൺ റേഷ്യോ. അതൊക്കെ നമുക്കറിയാലോ. ഇവിടെ ഫസ്റ്റ് ടേം 1/3 ആണ്. ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദ സീക്വൻസ് എന്നാണ് പറഞ്ഞത്. അപ്പം എയുടെ സ്ഥാനത്ത് 1/3 എടുക്കുക. കോമൺ റേഷ്യോ എന്താ കിട്ടിയത്? കോമൺ റേഷ്യോ ഇപ്പോൾ നമുക്ക് കിട്ടിയില്ല, 3/2 ആണ് കോമൺ റേഷ്യോ. സോ R എന്ന് പറഞ്ഞാൽ 3/2 റേസ് ടു, പിന്നെ A എന്ന് പറഞ്ഞാൽ എത്ര, സിക്സ്ത് ടേമാണ് കണ്ടത്. അപ്പോൾ A 6, അപ്പോൾ n = 6 ആണ്. അപ്പോൾ 6 - 1, ക്ലിയർ? ശരിയല്ലേ? അപ്പോൾ 1/3 × 3, ഇത് 6 - 1 എന്ന് പറയുമ്പോൾ 5, 3⁵5 ഡിവൈഡഡ് ബൈ 2⁵5 അങ്ങനെ വരും. ഇതൊന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇവിടെ ഒരു 3 ഉണ്ടല്ലോ, അപ്പോൾ ഇവിടെ 3⁵5 ഉണ്ട്. അപ്പോൾ നമുക്ക് 3⁵5 - 1 ദറ്റ് ഈസ് 4 ഡിവൈഡഡ് ബൈ 2⁵5 ഇത്ര എഴുതിച്ചാൽ മതി. ഇതുപോലെ കുറച്ച് ചെറിയ നമ്പറായതുകൊണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 3⁴ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 3 × 3 × 3 × 3 3 4 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താൽ 81 കിട്ടും. 2⁵5 എന്ന് പറഞ്ഞാൽ 2 5 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യാം. 2 × 2 × 2 × 2 × 2 അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം 32 കിട്ടും. സോ 81 ഡിവൈഡഡ് ബൈ 32. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ കുറച്ച് ചെയ്യാണ്ട്. എന്തായിരുന്നു? ഫൈൻഡ് ദ മൾട്ടിപ്പിൾസ് ഓഫ് 7 ബിറ്റ്വീൻ 200 and 400 ആണ്. അത് നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് 10th നിന്നൊക്കെ ചെയ്തതാണ്. അതായത് അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആണ് വരിക. അപ്പോൾ നമുക്കറിയാം 200-ൽ 7 കൃത്യമായിട്ട് പോവില്ല. 200 എന്ന് പറഞ്ഞാൽ 7ൻ്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പോൾ 200ൻ്റെ തൊട്ട് അപ്പുറത്തുള്ള 7ൻ്റെ മൾട്ടിപ്പിൾ കണ്ടുപിടിക്കണം. അതിനെന്ത് ചെയ്യുക, എന്താ ചെയ്യുക, 200-നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. നോക്കൂ, 200-നെ 7നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പം 7 20-ൽ 2 ടൈംസ് 2 × 7 14 മൈനസ് 60 60-ൽ 7 എത്ര പ്രാവശ്യം പോകും, 8 ടൈംസ് 8 × 7 56, അല്ലേ? ബാക്കി റിമൈൻഡർ 4 കിട്ടി. അപ്പോൾ ഇവിടെ റിമൈൻഡർ 4 ആണ്. 4 എന്ന് പറയുമ്പോൾ 200-ന്ന് 4 മൈനസ് ചെയ്താൽ എത്രയാണ് നോക്കുക. 200-ന്ന് 4 മൈനസ് ചെയ്താൽ 196-ലാണ് ലാസ്റ്റ് 7ൻ്റെ മൾട്ടിപ്ലൈ. അപ്പോൾ എന്ത് ചെയ്താൽ മതി, 200 ഈ 196-നോട് എന്ത് കൂട്ടുക, 7 കൂട്ടുക. ഒന്നെങ്കിൽ 196-നോട് 7 കൂട്ടുക, അല്ലെങ്കിൽ ഇവിടെ 4 ബാക്കിയുണ്ട്. അപ്പോൾ 7ൻ്റെ മൾട്ടിപ്ലാണ് ചോദിച്ചത്. അപ്പോൾ 7ലേക്ക് ബാക്കി എത്ര ഉണ്ട്, ഇനി 3 അല്ലല്ലോ, ആ 3 കൂടെ ഇവിടെ കൂട്ടിയാൽ മതി. മനസ്സിലായി പറഞ്ഞത്? 200 നമ്മൾ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കറക്റ്റ് 28 ടൈംസ് പോവും. റിമൈൻഡർ 4 ഉണ്ട്. അപ്പം ഇനി 200-ലേക്ക് ഇവിടെ 4 കൂടെ ഉണ്ട്. ഇനി ഈ 7ലേക്ക് ബാക്കി എത്ര നോക്കുക, 3. ആ 3യും കൂടെ 200-നോട് ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 7ൻ്റെ മൾട്ടിപ്പിൾ കിട്ടും. 200-ൻ്റെ തൊട്ട് മുകളിലുള്ള 7ൻ്റെ മൾട്ടിപ്പിൾ കിട്ടും. സോ ഫസ്റ്റ് ടൈം എന്താ വരിക, ഫസ്റ്റ് ടൈം A = മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ടൈം A = 203. എങ്ങനെ കിട്ടിയ മനസ്സിലായല്ലോ? 203 200 + 3 എങ്ങനെ കിട്ടിയത്, 4-ന്ന് 7ലേക്ക് 3 ആണ് വേണ്ടത്. അപ്പോൾ ബാക്കി 3 കൂടെ ഇവിടെ ആഡ് ചെയ്തു. ഇനി ലാസ്റ്റ് ടൈം കിട്ടണം. ലാസ്റ്റ് ടൈം കിട്ടാൻ ഇതേപോലെ ലാസ്റ്റ് 400 ആണ്. 400 അതുപോലെ 7ൻ്റെ മൾട്ടിപ്ലൈ ആയിരിക്കില്ല. അപ്പോൾ 400-നെ നമ്മൾ നേരത്തെ ചെയ്ത മാതിരി 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 7 40-ൽ 5 ടൈംസ് 5 × 7 35 മൈനസ് ചെയ്താൽ 5 50-ൽ 7 ടൈംസ് 7 × 7 49 റിമൈൻഡർ 1. ഈ 1 ഉണ്ടോ, 1 400-ന്ന് മൈനസ് ചെയ്താൽ മതി. 1 400-ന്ന് മൈനസ് ചെയ്താൽ 399. 400 തൊട്ട് താഴെയാണല്ലോ. അപ്പോൾ 399 ആയിരിക്കും 7ൻ്റെ ലാസ്റ്റ് മൾട്ടിപ്പിൾ, 400 തൊട്ട് താഴെയുള്ള മൾട്ടിപ്പിൾ. അപ്പോൾ ലാസ്റ്റ് ടൈം എന്താ വരിക, 399. കണ്ടോ, ഫസ്റ്റ് ടൈമും കിട്ടി, ലാസ്റ്റ് ടൈമും കിട്ടി. പിന്നെ കോമൺ ഡിഫറൻസ് തന്നെ 7 തന്നെ ഇരിക്കും. ഇത് AP ആണ്. ഇത് വരിക D = 7 തന്നെ വരും. ഇനി നമുക്ക് n കണ്ടുപിടിക്കണം. ഇത് മുതൽ ഇതുവരെയുള്ള എത്ര ടേംസ് ഉണ്ട്. n കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക, n കണ്ടുപിടിക്കാൻ പിന്നെ ഒരു ഫോർമുല ഉണ്ടല്ലോ, ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് +1. ആ ഫോർമുല ഉപയോഗിച്ചാൽ മതി. ലാസ്റ്റ് ടേമിൽ നിന്ന്
ഫസ്റ്റ് ടേം മൈനസ് ചെയ്യുക, കോമൺ ഡിഫറൻസ് 7 ആണ്, ഡിവൈഡ് ചെയ്യുക, പ്ലസ് 1 ഒരു 1 ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് n കിട്ടും. നമ്പർ ഓഫ് ടേംസ് n ഈസ് ഈക്വൽ ടു 399 മൈനസ് 203 ഡിവൈഡഡ് ബൈ 7 പ്ലസ് 1. അപ്പോൾ എത്ര വരിക? 399 203 മൈനസ് ചെയ്യുമ്പം 399 203 മൈനസ് ചെയ്യുമ്പം നോക്കൂ, പിന്നെ 196 എത്തി. 196നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 196 ഡിവൈഡ് ബൈ 7 അപ്പം 2 7 14 5 56 8 ടൈംസ് ആണ് വരിക. അപ്പോൾ 28 ആയിട്ടാ, 28 പ്ലസ് 129 കേട്ടോ, 29. അപ്പോൾ 29 കിട്ടി. അപ്പോൾ എന്നും കിട്ടി. ഇനി എന്താ ചോദിച്ചത് നമ്മളോട്? ഫൈൻഡ് ദ സം ഓഫ് n, സമ്മ കണ്ടുപിടിക്കുക. ആ ടേംസിൻ്റെ സമ്മ കണ്ടുപിടിക്കുക. 7ൻ്റെ മൾട്ടിപ്പിൾസിൻ്റെ സമ്മ് കാണാനുള്ള ഫോർമുല ഉപയോഗിക്കുക. ഇനി സമ്മ കാണാനുള്ള ഫോർമുല SN ഈസിക്കൽ എന്തായിരുന്നു? n/2 ഇൻറ്റു, ഇവിടെ നമുക്ക് ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം അങ്ങനെ ചെയ്താൽ മതി, F പ്ലസ് L. കാരണം ഫസ്റ്റ് ടൈം ലാസ്റ്റ് ടൈം അറിയാമല്ലോ. n ഇപ്പോൾ കണ്ടുപിടിച്ചു, 29 കിട്ടി അല്ലേ? എന്നിൻ്റെ വില 29. 29/2 ഇൻറ്റു ഫസ്റ്റ് ടൈം 203, ലാസ്റ്റ് ടൈമോ 399. ഉണ്ടോ? ക്ലിയർ ആണല്ലോ കേട്ടോ? അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് 29/2 കൊണ്ട് മൾട്ടിപ്ലൈ, അതായത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 29 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം കേട്ടോ. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ എത്ര വരും? 399 പ്ലസ് 203 ആഡ് ചെയ്യുക. അത് നിങ്ങൾ ഈ ബാക്കി നിങ്ങൾക്ക് ചെയ്യാനല്ലോ. 8729. അടുത്തൊരു വേറെ പ്രോബ്ലം നോക്ക്, ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ആണ്. ഫൈൻഡ് ദ സം ടു n ടേംസ് ഓഫ് ദ സീരീസ് 3 into 8 പ്ലസ് 6 into 11 പ്ലസ് 9 into 14 പ്ലസ് എക്സെട്ര. ഇങ്ങനൊരു സീരീസ് ആയിരുന്നു. ഇതിൻ്റെ പിന്നെ സമ്മ് കാണാനാണ് പറഞ്ഞത്, n ടേംസിൻ്റെ സമ്മ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം കിട്ടുമ്പം നമുക്ക് ഫസ്റ്റ് ഓരോ ടേമിലും ഈ രണ്ട് നമ്പേഴ്സ് ഉണ്ട്. ഈ രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റാണ്. ഇവിടെ 3 into 8, ഇവിടെ 6 into 11, ഇവിടെ 9 into 14. അപ്പം ഓരോന്നിലും വരുന്ന ഫസ്റ്റ് നമ്പേഴ്സ് ഒരു AP-യിലൊക്കെ ആയിരിക്കും. ഫസ്റ്റ് നമ്പേഴ്സ് മാത്രം എടുക്കുക, അതുപോലെ സെക്കൻഡ് നമ്പേഴ്സ് മാത്രം എടുക്കുക. അത് AP-യിലായിരിക്കും അധികം, AP-യിലോ അല്ലെങ്കിൽ GP-യിലോ ആയിരിക്കും. അങ്ങനെ നമുക്ക് അതിൻ്റെ nth ടേം കണ്ടുപിടിക്കാം. അല്ലാണ്ട് ഇത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഇതിപ്പം AP-യോ GP-യോ ആയിക്കോളുന്നില്ല. ഇതിന് ഫസ്റ്റ് നമ്പേഴ്സ് മാത്രം എടുക്കുക, അതായത് 3 6 പിന്നെ 9. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവില്ലേ, AP അല്ലേ? 3 3 കൂട്ടുമ്പോൾ 6, 6 വീണ്ടും 3 കൂട്ടുമ്പോൾ 9, അടുത്ത ടേം 12, അങ്ങനെ ആയിരിക്കും വരിക. അപ്പോൾ ഇതിൻ്റെ nth ടേം എന്താ വരിക? ഫോർ an ഈസ് ഈക്വൽ ടു an എന്താ വരും? ഞാൻ തന്നെ എഴുതാം, എക്സാം എഴുതുമ്പോഴും ദിസ് ഈസ് AP എന്നൊക്കെ വേണമെങ്കിൽ എഴുതാം. an ഈസ് ഈക്വൽ ടു a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d അല്ലേ? അപ്പോൾ 3 പ്ലസ് n മൈനസ് 1 ഇൻറ്റു d എന്ന് പറഞ്ഞാൽ എത്രയാണ് വരിക? കോമൺ ഡിഫറൻസ് 3 തന്നെ വരും. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പം 3 പ്ലസ് നമുക്ക് 3n മൈനസ് 3, അപ്പം മൈനസ് 3 പ്ലസ് 3 ക്യാൻസൽ ചെയ്ത് പോയിട്ട് 3n കിട്ടും. 3n ആണ് ഇതിൻ്റെ nth ടേം. അപ്പോൾ ഇങ്ങനെയുള്ള ഫസ്റ്റ് ടേംസിൻ്റെ അല്ലെങ്കിൽ ഫസ്റ്റ് നമ്പേഴ്സിൻ്റെ nth ടേം, ഫസ്റ്റ് നമ്പേഴ്സ് ഒരു AP ആണ്, അതിൻ്റെ nth ടേം 3n കിട്ടി. ഇനി അതേപോലെ സെക്കൻഡ് നമ്പേഴ്സ് നോക്കാം. സെക്കൻഡ് നമ്പേഴ്സ് 8 11 14 എക്സെട്രയാണ്. അതും ഒരു AP അല്ലേ? 8 പ്ലസ് 5 അല്ല 8 പ്ലസ് 3 11, 11 പ്ലസ് 3 14, അടുത്ത ടേം 17 കിട്ടും. അതും കോമൺ ഡിഫറൻസ് 3 ആയിട്ടുള്ള ഒരു AP ആണ്, വേറൊരു AP ആണ്. കോമൺ ഡിഫറൻസ് 3 ആയിട്ടുള്ള വേറൊരു AP, അത് അരിത്മെറ്റിക് പ്രോഗ്രഷൻ. അതിൻ്റെയും nth ടൈം കണ്ടുപിടിക്കുക. nth ടൈം എങ്ങനെ വരും? ഇതേപോലെ ഫസ്റ്റ് a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d എന്നുള്ള ഫോർമുല ഉപയോഗിക്കുമ്പം 8 പ്ലസ് n മൈനസ് 1 ഇൻറ്റു d, ഇവിടെ 3 തന്നെയാണ്, കോമൺ ഡിഫറൻസ് 3 തന്നെ. അത് സിംപ്ലിഫൈ ചെയ്യുമ്പം നമുക്ക് 8 പ്ലസ് 3n മൈനസ് 3 അല്ലേ? അപ്പം 3n പ്ലസ് 5 വരും. 3n പ്ലസ് 5, 8ഉം മൈനസ് 3 കൂടെ ആഡ് ചെയ്യുമ്പോൾ 5 ആവും. കണ്ടോ? ആദ്യത്തെ നമ്പേഴ്സിൻ്റെ അല്ലെങ്കിൽ സീക്വൻസിൻ്റെ nth ടേം 3n-ഉം രണ്ടാമത്തെ 8 11 14 അങ്ങനെ പോകുന്ന സീക്വൻസിൻ്റെ nth ടേം 3n പ്ലസ് 5. നമുക്ക് ആ രണ്ടെണ്ണത്തിൻ്റെയും പ്രോഡക്റ്റുകളാണ് വന്നിരിക്കുന്നത്. പ്രോഡക്റ്റ് ഫോർ ഗിവൺ സീരീസിൻ്റെ nth ടേം എന്താ വരിക? nth ടേം ഈ രണ്ട് nth ടേംസിൻ്റെയും പ്രോഡക്റ്റ് ആയിരിക്കും. ഫോർ നമ്മൾ എഴുതുക എന്താണ്? an nth ടേം ഓഫ് ദ ഗിവൺ സീരീസ് ഈസ് ഈക്വൽ ടു 3n ഇൻറ്റു 3n പ്ലസ് 5 ഉണ്ടോ? 3n ഇൻറ്റു 3n പ്ലസ് 5. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. മനസ്സിലായില്ല നിങ്ങൾക്ക്? ഇതിൻ്റെ ഓരോ ടേംസിനും പ്രോഡക്റ്റ് ആണല്ലോ, ഈ രണ്ടെണ്ണത്തിൻ്റെ പ്രോഡക്റ്റാണ്. അങ്ങനെ പോകുന്ന ഫസ്റ്റ് ടേംസ് മാത്രം എടുക്കുമ്പോൾ നമുക്ക് 3n കിട്ടി, സെക്കൻഡ് ടേംസ് മാത്രം എടുക്കുമ്പം nth ടേം 3n പ്ലസ് 5 കിട്ടി. അപ്പം ഇതിന് രണ്ടിനും കൂടെ പ്രോഡക്റ്റാണ് ഇവിടെ വരിക. അപ്പോൾ 3n ഇൻറ്റു 3n പ്ലസ് 5 ഇത് സിംപ്ലിഫൈ ചെയ്യാം. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും?
3n into 3n 9n square plus 3n into 5 15n. ശരിയാണല്ലോ. അപ്പോൾ ഇതാണ് nth ടേം. ഇനി ഇതിൻ്റെ സമ്മാണ് ചോദിച്ചത്. സം കാണാനുള്ള ഫോർമുല എന്തായിരുന്നു? സം Sn = സിഗ്മ an ആണ്. ഇങ്ങനെയുള്ള ജനറൽ ആയിട്ടുള്ള ഒരു സീരീസിൻ്റെ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ സീരീസിൻ്റെ ഒക്കെ സം ആണ് ചോദിച്ചത്. Sn = സിഗ്മ an ആണ്. വേറെ n = 1 to n. Sn എന്ന് പറഞ്ഞാൽ n ടേംസിൻ്റെ സമ്മ്. ഇത് nth ടേം ആണ്. nth ടേമിൻ്റെ സം കണ്ടുപിടിക്കുക. n = 1 to n. അപ്പോൾ ഇത് അങ്ങനെ ഒരു ഫോർമുല ഉണ്ട്. Sn = സിഗ്മ an ആണ്. അതൊരു ഫോർമുല ഓർമ്മിക്കണം നിങ്ങൾ. സം Sn = സിഗ്മ an. അത് സിഗ്മ എൻ്റെ സ്ഥാനത്ത് കൊടുക്കുക. 9n സ്ക്വയർ പ്ലസ് 15n ഉണ്ടോ? 9n സ്ക്വയർ പ്ലസ് 15n. ഇനി സിഗ്മ നൊട്ടേഷൻ എന്ത് ചെയ്യും? ഓരോ ടേമിനും കൊടുക്കാം. സിഗ്മ ഓഫ് എ പിന്നെ എ പ്ലസ് ബി പറഞ്ഞാൽ സിഗ്മ എ പ്ലസ് സിഗ്മ ബി ആണ്. ഓരോന്നിനും സിഗ്മ കൊടുക്കുക കേട്ടോ. മാത്രമല്ല ഈ കോൺസ്റ്റൻറ്റ് പുറത്തേക്ക് വരും ചെയ്യും. ഇവിടെ 9 പുറത്തേക്ക് വരും, 15 പുറത്തേക്ക് വരും. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എങ്ങനെ വരും? 9 ഇൻറ്റു സിഗ്മ എൻ സ്ക്വയർ പ്ലസ് 15 ഇൻറ്റു സിഗ്മ എൻ ഉണ്ടോ? ഈ 9 ഇൻറ്റു സിഗ്മ എൻ സ്ക്വയറും പ്ലസ് 15 ഇൻറ്റു സിഗ്മ എൻ. എന്നിനാണ് നമ്മൾ സിഗ്മ കൊടുക്കുക. അല്ലെങ്കിൽ nത്തിൻ്റെ ടേംസിനാണ് സിഗ്മ നൊട്ടേഷൻ കൊടുക്കുന്നത്. ബാക്കി അതിൻ്റെ കോൺസ്റ്റൻറ്റ് പുറത്തേക്ക് എടുത്താൽ മതി. ക്ലിയർ? ഇനി നോക്കൂ, ഇനി നമുക്കറിയാം സിഗ്മ എൻ സ്ക്വയർ 9 കൊടുക്കട്ടെ. 9 ഇൻറ്റു സിഗ്മ എൻ സ്ക്വയർ നേരത്തെ ഫസ്റ്റ് എഴുതിയിരുന്നില്ല. സിഗ്മ എൻ സ്ക്വയർ ആണുള്ള ഫോർമുല എന്തായിരുന്നു? അതായത് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ അങ്ങനെ പോകുന്ന നമ്പേഴ്സിൻ്റെ n നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സമ്മ് എന്തായിരുന്നു? n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6 അല്ലേ? പ്ലസ് 15 ഇൻറ്റു മറ്റേ സിഗ്മ n ആണ്. സിഗ്മ n എന്ന് പറഞ്ഞാലോ 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് അങ്ങനെ n ടേംസിൻ്റെ സമ്മ് അല്ലെങ്കിൽ ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് അതെന്തായിരുന്നു? n ഇൻറ്റു n പ്ലസ് 1 ബൈ 2. ശരിയാണല്ലോ. ഓക്കെ, നമുക്കിനി എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇവിടെ ഡിനോമിനേറ്റർ 2 ആണ്. 15 2 പോയില്ല, അത് കൊടുക്കട്ടെ. ഇവിടെ ന്യൂമറേറ്റർ 9 ഉണ്ട്, ഡിനോമിനേറ്റർ 6 ഉണ്ട്. വേണമെങ്കിൽ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 3 ടൈംസ്, 6 2 ടൈംസ്. അങ്ങനെ ചെയ്താലും മെച്ചം എന്താ വെച്ചാൽ രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ 2 ആവും. രണ്ട് ഫ്രാക്ഷനാണ്. രണ്ട് ഫ്രാക്ഷൻ ഡിനോമിനേറ്റർ 2 ആവും. അപ്പോൾ പിന്നെ n ഇൻറ്റു n പ്ലസ് 1 ബൈ 2. ഇവിടെയുണ്ട് n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 ഉണ്ടോ? ഇവിടെയുണ്ട് n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 വരും. ഇവിടെ ഈ 6ൽ 3 2 ടൈംസ്, 9ൽ 3 ടൈംസ്, 3 ബൈ 2 ആയി മാറും കേട്ടോ. 9 ബൈ 6 എന്നുള്ളത് 3 ബൈ 2 ആക്കി എഴുതുക അടുത്ത സ്റ്റെപ്പിൽ. അപ്പോൾ ഇവിടെ n ഇൻറ്റു n പ്ലസ് 1 ബൈ 2, ഇവിടെ n ഇൻറ്റു n പ്ലസ് 1 ബൈ 2. അത് കോമൺ ഫാക്ടറായിട്ട് പുറത്തെടുക്കുക. കോമൺ ഫാക്ടറായിട്ട് പുറത്തെടുത്താൽ നമ്മുടെ എഴുതാം n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 കോമൺ ഫാക്ടറായിട്ട് പുറത്തെടുത്താൽ ബാക്കി ഇവിടെ എന്താ ഉണ്ടാവുക? ഇവിടെ 3 ആണുള്ളത് കേട്ടോ. ഇവിടെ 9 ബൈ 6 നമ്മൾ 3 ബൈ 2 ആക്കിയിട്ടുണ്ട്. 3 ബൈ 2 ആക്കിയിട്ടുണ്ട് കോമൺ ഫാക്ടർ ക്യാൻസൽ ചെയ്തിട്ട്. ബാക്കി n ഇൻറ്റു n പ്ലസ് 1 ബൈ 2, ഇവിടെ n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 കോമൺ ഫാക്ടറായിട്ട് പുറത്തെടുത്താൽ ഇവിടെ 3 ഇൻറ്റു 2n പ്ലസ് 1, 3 ഇൻറ്റു 2n പ്ലസ് 1 ബാക്കി അല്ലേ? അടുത്തതിൽ പ്ലസ് 15 ഉണ്ടാവും. ശരി, 15 ഉണ്ടാവുള്ളൂ. ബാക്കി n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 കോമൺ ഫാക്ടർ ആയിട്ടുണ്ട്. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പം n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 ഇൻറ്റു ബ്രാക്കറ്റിൽ നോക്കൂ 6n പ്ലസ് 3 പ്ലസ് 15, 6n അല്ലേ? 6n പ്ലസ് 3 പ്ലസ് 15 ശരിയാണല്ലോ. ഇതാ ഇനി അടുത്ത് ഒന്നും കൂടെ സിംപ്ലിഫൈ. n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 ബ്രാക്കറ്റിൽ 6n പ്ലസ് 18 കിട്ടി. 18 കേട്ടോ, 18. ഇനി ഈ രണ്ട് ടേമിലും 3യും 15 കൂടെ ആഡ് ചെയ്യുമ്പോൾ 18. രണ്ട് ടേമിലും 6 കോമൺ ഫാക്ടറാണ്. 6 കോമൺ ഫാക്ടറായിട്ട് പുറത്തേക്ക് എടുക്കാം. ക്ലിയർ? അപ്പോൾ ബാക്കി ഇവിടെ എന്താ ഉണ്ടാവുക? n പ്ലസ് 3 അല്ലേ ഉണ്ടാവുള്ളൂ. n പ്ലസ് 3, 6ന് നമ്മൾ കോമൺ ഫാക്ടർ എടുക്കണം. അപ്പോൾ ന്യൂമറേറ്റർ 6ഉം ഡിനോമിനേറ്റർ 2 വരും. അപ്പോൾ 6ൽ 2 ക്യാൻസൽ ചെയ്ത് പോയിട്ട് 3 ആവും. അപ്പോൾ ലാസ്റ്റ് ആൻസർ എന്ത് വരും? ലാസ്റ്റ് ആൻസർ 3 ഇൻറ്റു n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു n പ്ലസ് 3 ശരിയാണല്ലോ. ഇതായിരിക്കും ലാസ്റ്റ് ആൻസർ. മനസ്സിലായി പറഞ്ഞത്? 6 കോമൺ ഫാക്ടറായിട്ട് പുറത്തെടുക്കുന്നു. അപ്പോൾ 6 ബൈ 2 3 ആയി. പിന്നെ n പ്ലസ് 1 ബാക്കി 6 പോകുന്ന കഴിഞ്ഞാൽ n പ്ലസ് 3 അല്ല ഉണ്ടാവുക. 3 ഇൻറ്റു 6 അല്ല 18, അപ്പം n പ്ലസ് 3. ഇതാണ് നമ്മുടെ സം ടു n ടേംസ് പറയുമ്പോൾ അതിൽ n ഉണ്ടാവും. ഓക്കെ, അടുത്ത പ്രോബ്ലം നോക്കൂ. ദി 5th ടേം, 8th ടേം ആൻഡ് 11th ടേം ഓഫ് എ GP, ജോമെട്രി പ്രൊജക്ഷൻ GP or GS, are PQS respectively.
then find q square equal to ps. No, fifth term തന്നിട്ടുണ്ട്, eighth term തന്നിട്ടുണ്ട്, 11th term തന്നിട്ടുണ്ട്. കണ്ടോ, fifth term, eighth term and 11th term of a geometric progression or geometric sequence are p, q and s respectively. Then find that or prove that q square equal to ps. അപ്പോൾ നമുക്ക് ഫിഫ്ത്ത് ടേം പി തന്നിട്ടുണ്ട്, എയ്ത്ത് ടേം ക്യൂ തന്നിട്ടുണ്ട്, 11th ടേം എസ് തന്നിട്ടുണ്ട്. അപ്പോൾ ജോമെട്രിക് പ്രോഗ്രഷൻ ആണ്. ജോമെട്രിക് പ്രോഗ്രഷൻ്റെ ഫസ്റ്റ് ടേം എയും കോമൺ റേഷ്യോ ആറും ആണ് വിചാരിക്കുക. ഫസ്റ്റ് ടേം എയും കോമൺ റേഷ്യോ ആറും ആണെങ്കിൽ പിന്നെ nth ടേം കാണാനുള്ള ഫോർമുല എന്തായിരുന്നു? nth ടേം കാണാനുള്ള ഫോർമുല a ഇൻറ്റു ആർ റേസ് ടു n മൈനസ് 1. ആ ഫോർമുലയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ടി എൻ ഈസിക്കൽ ടു എ ഇൻറ്റു ആർ റേസ് ടു n മൈനസ് 1. അപ്പോൾ ഇവിടെ T5 തന്നിട്ടുണ്ട്. T5 എന്ന് പറയുമ്പം എന്തായിരിക്കും വരിക? a ഇൻറ്റു ആർ റേസ് ടു 4 അല്ലേ? n5 ആണല്ലോ, 5 കൊണ്ട് മൈനസ് ചെയ്യാം. a ഇൻറ്റു ആർ റേസ് ടു 4 ഈസിക്കൽ ടു പി ആണ് തന്നിട്ടുണ്ട് കേട്ടോ. അത് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുക. പിന്നെ എയ്ത്ത് ടേം T8 ഓർ A8 ഈസിക്കൽ a ഇൻറ്റു ഇവിടെ ഫസ്റ്റ് ടേം എയും കോമൺ റേഷ്യോ ആറുമാണ് എടുത്തിരിക്കുന്നത്. a ഇൻറ്റു ആർ റേസ് ടു 7 വരും അല്ലേ? ദാറ്റ് ഈസ് ക്യൂ. ഇക്വേഷൻ നമ്പർ 2. ഇങ്ങനെ ഏത് പ്രോബ്ലം കിട്ടിയാലും ഇക്വേഷൻസ് ഉണ്ടാക്കിയെടുക്കുക. ഇക്വേഷൻസ് എടുത്തിട്ട് സോൾവ് ചെയ്യാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ 11th ടേം പറയുമ്പോൾ T11 ഈസിക്കൽ a ഇൻറ്റു ആർ റേസ് ടു 10 വരും ഈസിക്കൽ എസ്. ഇക്വേഷൻ നമ്പർ 3. അപ്പം വി ഹാവ് 3 ഇക്വേഷൻസ്, 3 ഇക്വേഷൻസ് കിട്ടി അല്ലേ? a ഇൻറ്റു ആറിന് 2 വേരിയബിളുകൾ സുഖമായിട്ട് കണ്ടുപിടിക്കാം. എന്ത് ചെയ്താൽ മതി? ഇവിടെ സാധാരണ പോലെ എല്ലാം ഒരേ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു മെത്തേഡ് പറയാം. എന്താ? തന്നിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഡാറ്റ വെച്ചിട്ട് ഇക്വേഷൻസ് ഉണ്ടാക്കുക. ആ ഇക്വേഷൻസിൽ നിന്ന് സോൾവ് ചെയ്തിട്ട് വേരിയബിളിൻ്റെ വില കണ്ടുപിടിക്കുക. അങ്ങനെ സോൾവ് ചെയ്യുമ്പം ഇവിടെ ഇപ്പോൾ 2 വേരിയബിൾ ഉള്ളപ്പം ഒരു വേരിയബിൾ എലിമിനേറ്റ് ചെയ്ത് പോകണം, ഒഴിവാക്കണം. അപ്പോൾ ഇവിടെ പക്ഷേ എന്ത് ചെയ്താൽ മതി? നോക്കൂ, ഇവിടെ ഫസ്റ്റ് ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ജോമെട്രിക് പ്രോഗ്രഷൻ വരുമ്പോൾ അധികം ഡിവൈഡ് ചെയ്യാൻ വേണ്ടി കേട്ടോ. അരിത്മെറ്റിക് പ്രോഗ്രഷൻ വരുമ്പോൾ മൈനസ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യാൻ വേണ്ടത്. ഇവിടെ ഡിവൈഡ് ചെയ്താൽ മതി. 1 ഡിവൈഡഡ് ബൈ 2 നോക്കൂ ഗീവ്സ്. അപ്പോൾ 1 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെ ഡിവൈഡ് ചെയ്യുന്നു, റൈറ്റ് ഹാൻഡ് സൈഡിനെ ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്യുമ്പോൾ നോക്കുക a ഇൻറ്റു ആർ ഇസ് ടു 4 ഡിവൈഡ് ബൈ a ഇൻറ്റു ആർ ഇസ് ടു 7. അപ്പോൾ എയും ക്യാൻസൽ ചെയ്യില്ലേ? എയും ഇവിടെ എഴുതാം. a ഇൻറ്റു ആർ ഇസ് ടു 4 ഡിവൈഡ് ബൈ a ഇൻറ്റു ആർ ഇസ് ടു 7 ഇസിക്കൽ p ബൈ q എന്ന് കിട്ടും. ഇവിടുന്ന് ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എയും ക്യാൻസൽ ചെയ്തു, എന്ത് കിട്ടും? 1 ബൈ ആർ ക്യൂബ് കിട്ടും അല്ലേ? ഇത് 6 താഴോട്ട് വരുമ്പം ആർ ഇസ് ടു 7 മൈനസ് 4 ഈക്വൽ ടു p ബൈ q. അതായത് ദാറ്റ് ഈസ് 1 ബൈ ആർ ക്യൂബ് ഈസ് ഈക്വൽ ടു p ബൈ q. 1 ബൈ ആർ ക്യൂബ് ഈസ് ഈക്വൽ p ബൈ q വേണമെങ്കിൽ തിരിച്ചെഴുതാം. ഫോർ ആർ ക്യൂബ് ബൈ 1 ഈസ് ഈക്വൽ ടു q ബൈ p. ആറിൻ്റെ വാല്യൂ നേരിട്ട് കണ്ടുപിടിക്കാം. ആർ ക്യൂബ് ഈസ് ഈക്വൽ ടു q ബൈ p എന്ന് കിട്ടും. ഓക്കെ, ആർ ക്യൂബ് ഈസ് ഈക്വൽ ടു q ബൈ p. അപ്പോൾ 1നെ 2 കൊണ്ടാണ് ഡിവൈഡ് ചെയ്തത്. ഇനി അടുത്ത സ്റ്റെപ്പിൽ 2നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ 3നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്തായാലും മതി, വലുതിനെ ചെറുതായിക്കോട്ടെ. എന്നാൽ പിന്നെ നമുക്ക് വീണ്ടും റെസിപ്രോക്കൽ എടുക്കേണ്ട ആവശ്യമില്ല. തേർഡ് ഇക്വേഷനെ സെക്കൻഡ് ഇക്വേഷൻ ഡിവൈഡ് ചെയ്യുക. 3 ഡിവൈഡഡ് ബൈ 2 ഈസ്, അപ്പോൾ ഇവിടെ നോക്കൂ a ഇൻറ്റു ആർ ഈസ് ടു 10 ഡിവൈഡഡ് ബൈ a ഇൻറ്റു ആർ ഈസ് ടു 7 ഈക്വൽ ടു എസ് ബൈ ക്യൂ അല്ലേ? 3നെ 2 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. വളരെ സിമ്പിളാണ്. ഈ മെത്തേഡ് ഓർമ്മിച്ചാൽ മതി നിങ്ങൾക്ക്. ഇങ്ങനെ ജോമെട്രിക് പ്രോഗ്രഷൻ ഇക്വേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എയും ക്യാൻസൽ ചെയ്തു. ആർ ഈസ് ടു 10 ഡിവൈഡ് ബൈ ആർ ഈസ് ടു 7 എന്ന് പറഞ്ഞാൽ ആർ ഈസ് ടു 3 അല്ലേ വരിക? 10 മൈനസ് 7 ആർ ക്യൂബ് കേട്ടോ. ആർ ഈസ് ടു 3 ഈസിക്കൽ എസ് ബൈ ക്യൂ. ദാറ്റ് ഈസ് ആർ ക്യൂബ് ഈസിക്കൽ ടു എസ് ബൈ ക്യൂ കിട്ടി. ഇപ്പോൾ ഇവിടെ നമുക്ക് നേരത്തെ ഇക്വേഷൻ നമുക്ക് ആർ ക്യൂബ് ഈസിക്കൽ ക്യൂ ബൈ പി കിട്ടി. ഇപ്പോൾ ആർ ക്യൂബ് ഈസിക്കൽ എസ് ബൈ ക്യൂ കിട്ടി. അപ്പോൾ രണ്ടിൻ്റെയും നോക്കി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആർ ക്യൂബ് തന്നെയാണ്. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വേറ്റ് ചെയ്തൂടെ? അതായത് ക്യൂ ബൈ പി ഈസിക്കൽ എസ് ബൈ ക്യൂ കിട്ടൂലേ? ശരിയല്ലേ? therefore we have നമുക്ക് q by p is equal to s by q. ഈ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം നിങ്ങളുടെ ക്യൂവിനെ കണ്ടെടുത്ത് കഴിഞ്ഞാൽ q സ്ക്വയർ ഈക്വൽ ടു എന്ത് കിട്ടും? PS ഓർ SP. q സ്ക്വയർ ഈക്വൽ ടു p ഇൻറ്റു എസ്. അത് തന്നെയാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. കണ്ടോ? ഇത്ര സിമ്പിളാണ്, വളരെ ഈസിയാണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി നിങ്ങൾ. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ പ്രോബ്ലം കിട്ടുമ്പം നിങ്ങൾ എങ്ങനെ ടെൻഷൻ അടിക്കേണ്ട, പിന്നെ വളരെ ഈസി ആയിട്ട്, അതായത് പ്രത്യേകിച്ച് ഒരു ഫോർമുല ഒന്നുമില്ല. നമ്മൾ ഫോർമുല ഇതാണ് a ഇൻറ്റു ആർ ഈസ് ടു n മൈനസ് 1. nth ടൈം കാണാനുള്ള ഫോർമുല. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഇക്വേഷൻസ് ഉണ്ടാക്കുക. ഇക്വേഷൻസ് നിന്ന് സോൾവ് ചെയ്തിട്ട് വാല്യൂസ് കണ്ടാകും. അല്ലെങ്കിൽ അടുത്ത് നമുക്ക് സാധാരണ പബ്ലിക് എക്സാം ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. ഫൈൻഡ് ദ സം ഓഫ് n ടേംസ് ഓഫ് എ സീരീസ് 7 + 77 + 777 + 7779 അങ്ങനെ പോകുന്ന n ടേംസിൻ്റെ സമ്മ്. ഇങ്ങനെ വരുമ്പം ഇതൊരു AP ജി പി ഒന്നുമല്ല. നമ്മൾ
ജി പി ആയിട്ട് കൊണ്ടുവരാം, ജോമെട്രിക് സീക്വൻസിനെ കൊണ്ടുവരാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ 7 ആദ്യം കോമൺ ഫാക്ടറായിട്ട് പുറത്തെടുക്കുന്നു. ഇത് 7ഓ 6ഓ 8ഓ അങ്ങനെ ഏത് വേണേലും വരാം കേട്ടോ. ഏത് വന്നാലും ഒരേ മെത്തേഡാണ്, ശ്രദ്ധിച്ചോളൂ. നമ്മൾ ചെയ്തതാണ്, എന്നാലും ഇമ്പോർട്ടൻ്റ് ആണ്. പല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കിയാലും നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രോബ്ലം കാണാം. 7 ഇൻറ്റു ഇതിനെങ്ങനെ 7 ഇൻറ്റു 1 പ്ലസ് ഇവിടെ എന്ത് വരും 11 വരും, 1 1 അങ്ങനെ എഴുതി പോന്നാൽ പോരെ, എളുപ്പമാണ്. n ടേംസ്. ഇനി ഇത് വീണ്ടും ജി പി ആയിട്ടില്ല. ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ നയനോണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, നയനോണ്ട് ഡിവൈഡ് ചെയ്യുക. നയനോണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, നയനോണ്ട് ഡിവൈഡും ചെയ്യുന്നു. അതായത് 7/9 ഇട്ടിട്ട് ഉള്ളിൽ എല്ലാ ടേംസിനും നയനോണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ പ്രശ്നമില്ലല്ലോ, ഉള്ളിൽ എല്ലാ ടേമിനും നയനോണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതിന് പകരം പുറത്ത് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, നയനോണ്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഡിവൈഡ് ചെയ്യുമ്പോൾ എല്ലാ ടേമിനും ഡിവൈഡ് ചെയ്യുന്നതിന് ഈക്വലാണ്. കോമൺ ഫാക്ടറായിട്ട് 1/9 പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബ്രാക്കറ്റിനുള്ളിൽ എന്ത് വരും, 9 പ്ലസ് 99 പ്ലസ് 999 പ്ലസ് എന്താ ഇങ്ങനെ വരും അല്ലേ. n ടേംസിൻ്റെ എളുപ്പമാണ്. ഇതും ജി പി ആയിട്ടില്ല. ഇനി എന്ത് ചെയ്യാറ്, ഇതിലെന്ത് ചെയ്യുക, 7/9 ഇൻറ്റു 9 എന്ത് ചെയ്യുക വെച്ചാൽ 10 - 1 എഴുതുക. അപ്പോൾ 99 എന്ന് പറഞ്ഞാൽ 100 - 1 ആണ് അല്ലേ. അതേപോലെ 991 എന്ന് പറഞ്ഞാൽ 1000 - 1. ഇങ്ങനെ n ടേംസ്. ഓക്കെ, ഇതിൽ 7/9 ഇൻറ്റു നോക്കൂ 10, 100, 1000 അങ്ങനെ പോകുന്നൊരു സീക്വൻസ്, ഒരു പിന്നെ എന്താണ് ജോമെട്രിക് സീക്വൻസ് ആണ്. 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 100 കിട്ടുന്നു, 100 വീണ്ടും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1000 കിട്ടുന്നു. അതൊരു ജോമെട്രിക് സീക്വൻസ് കേട്ടോ. അതിനിങ്ങനെ എഴുതുന്നു 10 പ്ലസ് 100 പ്ലസ് 1000 പ്ലസ് എക്സെട്ര. പിന്നെ ബാക്കിയുള്ള ടേംസ് ഒക്കെ -1 ആണ്. -1 -1 -1 -1 -1 അങ്ങനെ എത്ര n ടേംസ്. ഓക്കെ, ഇപ്പം നോക്കിക്കോളൂ. ഇത് ഫസ്റ്റത്തെ സീക്വൻസ് ഒരു ജോമെട്രിക് സീക്വൻസ് ആണ്. അതിൻ്റെ ഫസ്റ്റ് ടേം 10ഉം കോമൺ റേഷ്യോയും 10 ആണ്, രണ്ടും 10 ആണ്, ഫസ്റ്റ് ടേമും കോമൺ റേഷ്യോയും. അപ്പം അതിൻ്റെ സം കാണാനുള്ള ഫോർമുല, ജോമെട്രിക് സീക്വൻസിലെ സം കാണാനുള്ള ഫോർമുല ഉപയോഗിച്ചാൽ മതി. എന്തായിരുന്നു ജോമെട്രിക് സീക്വൻസിൻ്റെ n ടേംസിൻ്റെ സം കാണാനുള്ള ഫോർമുല? നമ്മൾ ഫസ്റ്റ് എഴുതിയല്ലോ, a ഇൻറ്റു r⁻n - 1 ഡിവൈഡഡ് ബൈ r - 1. അപ്പോൾ ഇവിടെ എയും ആറും 10 ആണ്. അപ്പോൾ 10 ഇൻറ്റു 10⁻n - 1 ഡിവൈഡഡ് ബൈ 10 - 1 ഇങ്ങനെ എഴുതാം കണ്ടോ. a ഇൻറ്റു r⁻n - 1 ഡിവൈഡ് ബൈ r - 1. പിന്നെ ഇത് നമുക്ക് -1 -1 അങ്ങനെ n ടൈംസ് ആഡ് ചെയ്താൽ എന്താ കിട്ടുക? -1 2 ടൈംസ് ആഡ് ചെയ്താൽ -2, 3 ടൈംസ് ആഡ് ചെയ്താൽ -3, അങ്ങനെ n ടൈംസ് ആഡ് ചെയ്താൽ -n. അപ്പോൾ ഇവിടെ -n ആയിരിക്കും വരിക കണ്ടോ. ഇത്രയേ ഉള്ളൂ. ഇത് വേണമെങ്കിൽ ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യാം. 7/9 ഇൻറ്റു ബ്രാക്കറ്റിൽ 10/9 വരും. 10 -9 വരും. ഇവിടെ 10⁻n - 1 -n ഇത്ര എഴുതിയാൽ മതി. ഇനി കൂടുതൽ സിംപ്ലിഫൈ നിൽക്കണ്ട, ഇങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ, ഇതാണ് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കൂ. ഞാൻ AP, ദി mth ടേം ഈസ് n ആൻഡ് nth ടേം ഈസ് m. ഷോ ദാറ്റ് pth ടേം ഈസ് n + m - p. അതാണ് mth ടേം n-ഉം nth ടേം m-ഉം തിരിച്ചങ്ങോട്ടും കൊണ്ടും. അങ്ങനെയാണെങ്കിൽ pth ടേം ഈസ് n + m - p എന്നാണ് കാണിക്കേണ്ടത്. അപ്പോഴൊക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഇങ്ങനെയൊക്കെ വരുമ്പം നമ്മൾ ഇക്വേഷൻസ് ഉണ്ടാക്കുക. തന്നിട്ടുള്ള ഡാറ്റ, തന്നിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഇക്വേഷൻസ് ഉണ്ടാക്കുക, സോൾവ് ചെയ്യുക. അല്ലെങ്കിൽ എന്താണ് കണ്ടുപിടിക്കുന്നത് നമുക്ക് കിട്ടും. ഇക്വേഷൻസിലേക്ക് വരിക. അല്ലാണ്ട് നിങ്ങൾക്ക് ഒരു ഫോർമുല ഉണ്ടായിക്കൊള്ളുന്നില്ല. ഫോർമുല പറഞ്ഞാൽ nth ടേം കാണാനുള്ള ഫോർമുല അല്ലെങ്കിൽ സം കാണാനുള്ള ഫോർമുല, അത് ഉപയോഗിച്ചിട്ടാണ് ഇക്വേഷൻസ് ഉണ്ടാക്കുന്നത്. നമുക്ക് mth ടേം n ആണെന്ന് പറഞ്ഞാൽ nth ടേം കാണാനുള്ള ഫോർമുല, ജനറൽ ടേം കാണാനുള്ള ഫോർമുല ഉണ്ടല്ലോ അരിത്മെറ്റിക് പ്രൊഡക്ഷനിൽ അല്ലെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസിലെ ജനറൽ ടേം കാണാനുള്ള ഫോർമുല എന്തായിരുന്നു? a + n - 1 × d അല്ലേ. അപ്പോൾ ഇവിടെ mth ടേം ആണ്. mth ടേം ആകുമ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് m കൊടുക്കുക. അപ്പം ഫസ്റ്റ് ടേം എയും കോമൺ ഡിഫറൻസ് d ആണ് വിചാരിക്കുക കേട്ടോ. അതൊക്കെ എഴുതണം നിങ്ങൾ. ലെറ്റ് ഫസ്റ്റ് ടേം a ആൻഡ് കോമൺ ഡിഫറൻസ് എക്സാമിൽ എഴുതുമ്പോൾ എഴുതണം കോമൺ ഡിഫറൻസ് d എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ mth ടേം എന്ന് പറയുമ്പം a + m - 1 × d അല്ലേ. a + m - 1 × d = n എന്നുണ്ട്. അത് ഇക്വേഷൻ നമ്പർ 1 ഒരു ഇക്വേഷനായി. നേരെ തിരിച്ച് nth ടേം m ആണ്. അപ്പോൾ a + n - 1 × d = m ഉം കിട്ടും. അത് ഇക്വേഷൻ നമ്പർ 2 ഉണ്ടോ. ഇങ്ങനെ രണ്ട് ഇക്വേഷൻസ് കിട്ടി. ഇനി നേരത്തെ ചെയ്ത മാതിരി സോൾവ് ചെയ്യാണ്. അതായത് സബ്ട്രാക്ട് ചെയ്യുക, ആഡ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക ഒക്കെ ചെയ്യാം. ഇവിടെ നമുക്ക് AP ആണെങ്കിൽ അധികം ഞാൻ എന്താ പറഞ്ഞത്, അരിത്മെറ്റിക് പ്രൊഡക്ഷനിൽ ഇങ്ങനെ രണ്ട് ഡിഫറെൻറ്റ് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുക. 1 2 മൈനസ് ചെയ്യുക, അല്ലെങ്കിൽ 2 1 മൈനസ് ചെയ്യുമ്പം ഈ എയും എയും നോക്കുന്നു, മൈനസ് ചെയ്യുമ്പം എയും എയും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പം പിന്നെ ഒരു വേരിയബിളിലേക്ക് വരും
ഡി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ 1 നിന്ന് 2 മൈനസ് ചെയ്യുക. 1 മൈനസ് 2 നമുക്ക് കോമൺ ഡിഫറൻസ് ആണ് കാണേണ്ടത് കേട്ടോ. നമ്മൾ ജോമെട്രി അരിത്മെറ്റിക് പ്രോഗ്രഷനെ സംബന്ധിച്ച് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും അതാണ് ഇമ്പോർട്ടൻറ്റ്. ഇവിടെ നമുക്ക് കോമൺ ഡിഫറൻസ് ഡിയുടെ വാല്യൂ ഇവിടെ നമ്പേഴ്സ് ഒന്നുമില്ല, അതുകൊണ്ട് ഡിയുടെ വാല്യൂ ഇൻ ടേംസ് ഓഫ് എമ്മിലും എന്നിലായിരിക്കും, ടേംസ് ഓഫ് എമ്മിലും എന്നിലും. അപ്പോൾ എം എന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. നമ്പേഴ്സിൻ്റെ സ്ഥാനത്ത് mth ടേം n, nth ടേം 5th ടേം ഇത്ര, അല്ലെങ്കിൽ 10th ടേം 20 അങ്ങനെയുള്ള നമ്പേഴ്സിന് പകരം എമ്മും എന്നും ആണ്. അപ്പോൾ എമ്മും എന്നും എന്തായാലും ഉണ്ടാവും. എമ്മും എന്നും നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആ ടേംസിലേക്ക് എമ്മിൻ്റെ എന്നിൻ്റെ ടേംസിലേക്ക് കോമൺ ഡിഫറൻസും ഫസ്റ്റ് ടേമും കൊണ്ടുവരിക. ഫസ്റ്റ് ടേം എയും കോമൺ ഡിഫറൻസും ഇൻ ടേംസ് ഓഫ് എം ആൻഡ് എൻ അങ്ങനെ കണ്ടുപിടിക്കുക. അപ്പോൾ അവിടെ മൈനസ് ചെയ്യുമ്പം എയും എയും ക്യാൻസൽ ചെയ്ത് പോയി. നമുക്ക് എം മൈനസ് 1 ഡി മൈനസ് എഫ് എൻ മൈനസ് 1 ഇൻറ്റു ഡി ഈസിക്കൽ എൻ മൈനസ് എം അല്ലേ. ഇക്വേഷൻ പോലെ ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം മൈനസ് ചെയ്തു. ഫസ്റ്റ് ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് സെക്കൻഡ് ഇക്വേഷൻ്റെ റൈറ്റ് സൈഡ് മൈനസ് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ നോക്കൂ, ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പം എം ഡി മൈനസ് ഡി മൈനസ് എൻ ഡി മൈനസ് ഓഫ് മൈനസ് ഡി പ്ലസ് ഡി. അപ്പോൾ ഇവിടെയുള്ള മൈനസ് ഡിയും പ്ലസ് ഡിയും ക്യാൻസൽ ചെയ്ത് പോയി. പിന്നെ എന്താ ഉള്ളത്, എം ഇൻറ്റു ഡി ഉണ്ട്, മൈനസ് എൻ ഇൻറ്റു ഡി ഉണ്ട്. എം ഇൻറ്റു ഡിയും മൈനസ് എൻ ഇൻറ്റു ഡിയും. അപ്പോൾ ഡി കോമൺ ഫാക്ടറായിട്ട് എടുക്കുമ്പം എം മൈനസ് എൻ ഇൻറ്റു ഡി ഇങ്ങനെ ഇതേ പോലെ എം മൈനസ് എൻ ഇൻറ്റു ഡി ഈസിക്കൽ ടു എൻ മൈനസ് എം. അപ്പോൾ ഡി സം എന്താ വരിക, ഡി സം എൻ മൈനസ് എം ഡിവൈഡഡ് ബൈ എം മൈനസ് എൻ ഉണ്ടോ. എൻ മൈനസ് എം ഡിവൈഡ് ബൈ എം മൈനസ് എന്ന് പറഞ്ഞാൽ എന്താ ആൻസർ -1 ആയിരിക്കില്ലേ. ഡിനോമിനേറ്റർ തിരിഞ്ഞു വരുന്നു ഡിനോമിനേറ്റർ. അപ്പം ഇതിന് ആൻസർ -1. അപ്പോൾ കോമൺ ഡിഫറൻസ് ഡി ഈസിക്കൽ -1 കിട്ടി. ഇനി ആ കോമൺ ഡിഫറൻസ് കിട്ടിയില്ലേ, പിന്നെ നമുക്ക് ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കണം. ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക, ഈ ഫസ്റ്റ് ഇക്വേഷനിലോ അല്ലെങ്കിൽ സെക്കൻഡ് ഇക്വേഷനിലോ കൊടുത്താൽ മതി. ഫസ്റ്റ് ഇക്വേഷനിൽ ഡിയുടെ വില -1 കൊടുക്കുക. പുട്ടിൻ 1 ഫസ്റ്റ് ഇക്വേഷൻ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ എ പ്ലസ് എം മൈനസ് 1 ഇൻറ്റു ഡിയുടെ സ്ഥാനത്ത് -1 ഈക്വൽ ടു എൻ. എയും ഡി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എയും ഡിയും ഇൻ ടേംസ് ഓഫ് എം ആൻഡ് എന്നിൽ കണ്ടുപിടിക്കുക. എമ്മിൻ്റെ എന്നിൻ്റെയും ടേംസിൽ എയും ഡിയും കണ്ടുപിടിക്കുക. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പം നോക്കൂ, എ പ്ലസ് മൈനസ് എം, എം ഇൻറ്റു -1 മൈനസ് എം, പിന്നെ -1 ഇൻറ്റു -1 പ്ലസ് 1 ഈക്വൽ ടു എൻ. ഈ എ സിയിൽ എന്താ വരിക, ഈ ടേംസ് അപ്പുറത്തേക്ക് എടുത്താൽ എൻ മൈനസ് എം അപ്പുറത്ത് എടുത്താൽ പ്ലസ് എം പ്ലസ് 1 അങ്ങനെ എടുക്കുമ്പോൾ -1 എൻ പ്ലസ് എം -1 കിട്ടും. അപ്പോൾ എയുടെ വാല്യൂ എൻ പ്ലസ് എം -1 അത്രയേ ചെയ്യാൻ പറ്റുള്ളൂ. എന്നും എമ്മും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല, എമ്മും എന്നും ജനറലായിട്ട് പറയുകയാണ്. അപ്പം എ ഈസിക്കൽ ടു എൻ പ്ലസ് എം -1, കോമൺ ഡിഫറൻസ് ഡി ഈസിക്കലും -1. ആ രണ്ട് കാര്യങ്ങൾ കിട്ടിയില്ലേ. ഇനി എന്താ നമ്മളോട് ചോദിച്ചത്, ഷോ ദാറ്റ് പീത്ത് ടേം ഈസ് എൻ പ്ലസ് എം മൈനസ് പി. പീത്ത് ടേമാണ് കാണേണ്ടത്. പീത്ത് ടേം കാണണമെങ്കിൽ എന്താ വരിക, എ പ്ലസ് പി -1 ഇൻറ്റു ഡി വരും. nth ടേം കാണാനുള്ള ജനറൽ ഫോർമുല എ പ്ലസ് എൻ -1 ഇൻറ്റു ഡി ആണ്. ഇവിടെ എന്നിൻ്റെ സ്ഥാനത്ത് പി ആണ്, പീത്ത് ടേമാണ്. അപ്പം എ പ്ലസ് പി -1 ഇൻറ്റു ഡി, ശരിയല്ലേ. എ പ്ലസ് പി -1 ഇൻറ്റു ഡി കൊടുക്കുക. അവിടെ എയുടെ സ്ഥാനത്ത് ഇതും കൊടുക്കുക, ഇതാ എൻ പ്ലസ് എം -1 ഇപ്പോൾ കണ്ടുപിടിച്ച. ഡിയുടെ സ്ഥാനത്ത് -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഇത് കിട്ടുമോ നോക്കാം, എൻ പ്ലസ് എം മൈനസ് പി എന്നും ആക്കട്ടെ. പീത്ത് ടേം എന്ന് പറയുമ്പം എ പി ഈസിക്കൽ ടു എ പ്ലസ് പി -1 ഇൻറ്റു ഡി ആണ്. ദാറ്റ് ഈസ് എയുടെ സ്ഥാനത്ത് എൻ പ്ലസ് എം -1 പ്ലസ് പി -1 ഇൻറ്റു ഡി തന്നെ -1 ആയിരുന്നു. ഡി തന്നെ -1. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പം എൻ പ്ലസ് എം -1 നമുക്ക് പി ഇൻറ്റു -1 മൈനസ് പി -1 ഇൻറ്റു -1 പ്ലസ് 1. അപ്പോൾ ഈ -1 പ്ലസ് 1 ക്യാൻസൽ ചെയ്ത് പോയിട്ട് എൻ പ്ലസ് എം മൈനസ് പി എന്ന് കിട്ടും. തന്നെയല്ലേ നമുക്ക് കാണേണ്ടത്, എൻ പ്ലസ് എം മൈനസ് പി പീത്ത് ടേം. ഓക്കെ, മനസ്സിലായല്ലോ. ഇത്രയും പ്രോബ്ലംസാണ് നമ്മൾ ജോമെട്രി പ്രോഗ്രഷനിൽ അല്ലെങ്കിൽ ഈ സീക്വൻസ് ആൻഡ് സീരീസ് എന്ന സെക്ഷനിൽ ചെയ്തത്. എല്ലാം ചെയ്ത് പഠിക്കണേ, നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.